നമസ്കാരം. റിലീസ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. UAE-യിൽ സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം കൂടുതൽ ശക്തമാക്കുന്നു. നിയമം നടപ്പാക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ ജൂലൈ 1 മുതൽ സ്വകാര്യ കമ്പനികളിൽ കർശന പരിശോധന. ദുബായ് അൽ ഐൻ റോഡിനെ നാദ് അൽ ഷോബ പ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന 700 മീറ്റർ നീളമുള്ള 2 വരിപ്പാലം നിർമ്മിക്കുമെന്ന ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. പദ്ധതി 30,000-ഓളം പേർക്ക് പ്രയോജനകരമാകും. അൽ ഐനിലേക്കുള്ള ഗതാഗതം സുഗമമാകും. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ട്. ജാഗ്രതയ്ക്കായി സൈറൺ. മലയോര തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കണ്ണൂരിലെ പഴശ്ശി ഡാം നാളെ തുറക്കും. രണ്ടാം പിണറായി സർക്കാർ ഇന്ന് 5ാം വർഷത്തിലേക്ക്. സംസ്ഥാന വ്യാപകമായി ആഘോഷ പരിപാടികൾ. വാർഷികം കരിദിനമായി ആചരിക്കാൻ പ്രതിപക്ഷം. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കടന്നുപോയത് വികസനത്തിന്റെ 9 വർഷങ്ങൾ. സർക്കാർ നടപ്പാക്കിയത് നവകേരളത്തിലേക്ക് നയിക്കുന്ന നയങ്ങളെന്ന് മുഖ്യമന്ത്രി. കേന്ദ്രത്തിന് രൂക്ഷ വിമർശനം. വെള്ളിയാഴ്ച സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കും. വഖഫ് നിയമ ഭേദഗതി നിയമത്തെ ശക്തമായി എതിർത്ത് കേരളം. കേസിൽ കക്ഷി ചേരാൻ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി. മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമെന്ന് കേരളം. UAE-യിൽ സ്വകാര്യ മേഖലയിലെ സ്വദേശിവൽക്കരണം കൂടുതൽ ശക്തമാക്കുന്നു. നിയമം നടപ്പാക്കുന്നുണ്ടോ എന്ന് ഉറപ്പിക്കാനായി ജൂലൈ 1 മുതൽ രാജ്യത്തെ സ്വകാര്യ കമ്പനികളിൽ കർശന പരിശോധന നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. UAE-യിൽ 50 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള സ്വകാര്യ മേഖലാ കമ്പനികൾ ഈ വർഷം ആദ്യ പകുതിയിലെ സ്വദേശീവൽക്കരണ ലക്ഷ്യങ്ങൾ ജൂൺ 30-നകം കൈവരിക്കണമെന്നാണ് മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് പാലിക്കുന്നുണ്ടോ എന്നുറപ്പാക്കുന്നതിനായാണ് ജൂലൈ 1 മുതൽ പരിശോധന ആരംഭിക്കുന്നത്. നിർദ്ദേശം നടപ്പാക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും. എമിറാത്തി ജീവനക്കാരെ സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടിൽ രജിസ്റ്റർ ചെയ്യുക, ആവശ്യമായ വിഹിതം സമയബന്ധിതമായി നൽകുക എന്നിവ ഉൾപ്പെടെയുള്ള അനുബന്ധ വ്യവസ്ഥകൾ കമ്പനികൾ പാലിക്കുന്നുണ്ടോ എന്നും മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം പരിശോധിക്കും. വൈദഗ്ധ്യമുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്ന UAE പൗരന്മാരുടെ എണ്ണത്തിൽ കുറഞ്ഞത് 1% വർധന കൈവരിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങൾ എമിറാത്തി ജീവനക്കാരുടെ എണ്ണം പ്രതിവർഷം 2% എന്ന തോതിൽ വർദ്ധിപ്പിക്കണം എന്നാണ് നിർദ്ദേശം. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 1%, രണ്ടാം പകുതിയിൽ 1% എന്ന രീതിയിലാണ് ഇത് നടപ്പാക്കേണ്ടത്. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾ ജോലി നൽകാത്ത ഓരോ എമിറാത്തിയുടെയും പേരിൽ പിഴ നൽകേണ്ടിയും വരും. അമൃത ന്യൂസ്, ദുബായ്. ദുബായ് അൽ ഐൻ റോഡിനെ നാദ് അൽ ഷേബ പ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന 700 മീറ്റർ നീളമുള്ള 2 വരിപ്പാലം നിർമ്മിക്കുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. 30,000-ഓളം താമസക്കാർക്ക് പ്രയോജനകരമാകുന്ന പദ്ധതി അൽ ഐനിലേക്കുള്ള ഗതാഗതം സുഗമമാക്കും. പാലം പണി പൂർത്തിയായാൽ മണിക്കൂറിൽ 2,600 വാഹനങ്ങൾക്ക് ഇതിലൂടെ സഞ്ചരിക്കാനാകും. ദുബായ് അൽ ഐൻ റോഡിൽ നിന്ന് നാദ് അൽ ഷോബയിലേക്കുള്ള യാത്രാ സമയത്തിൽ ഗണ്യമായ കുറവുണ്ടാകും. എൻട്രി എക്സിറ്റ് പോയിന്റുകളിലെ തിരക്ക് കുറയ്ക്കാനും ഇത് സഹായിക്കും. ഈ വർഷാവസാനം പാലം നിർമ്മാണം ആരംഭിച്ച് അടുത്ത വർഷത്തോടെ പൂർത്തിയാക്കാനാണ് ദുബായ് RTA പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നും മുന്നറിയിപ്പുണ്ട്. 4 ജില്ലകളിൽ റെഡ് അലേർട്ടിന് പുറമെ തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. 24 മണിക്കൂറിൽ ഏകദേശം 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കും. 24-ാം തീയതി വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്നും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു. വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം തെക്കൻ കർണാടകയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ തന്നെ അടുത്ത 4-5 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുള്ളതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സർവീസ് റോഡും മതിലുകളും തകർന്നു വീണു. പലയിടങ്ങളിലും വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്.
മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തുടങ്ങിയ മഴ രാവിലെയോടെയാണ് ശമിച്ചത്. കനത്ത മഴ പലയിടങ്ങളിലും നാശം വിതച്ചു. ദേശീയപാത വികസനം നടക്കുന്ന കാസർഗോഡ് മാവുങ്കാലിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സർവീസ് റോഡ് കനത്ത മഴയിൽ തകർന്നു വീണു. സംഭവം ഉടൻ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ വൻ അപകടം ഒഴിവായി. പ്രദേശത്ത് വലിയ രീതിയിൽ മഴവെള്ളം കുത്തിയൊലിച്ചു പോകുന്നുണ്ട്. റോഡ് തകർന്നതിനെ തുടർന്ന് രാവിലെ മുതൽ ഗതാഗതം വഴിതിരിച്ചു വിടുകയാണ്. കൂടാതെ കോഴിക്കോട് ജില്ലയിൽ മതിൽ തകർന്നു വീണു. കോട്ടൂളി സ്വദേശി സദാനന്ദന്റെ വീട്ടിലെ മതിലാണ് ഇടിഞ്ഞത്. ആർക്കും പരിക്കില്ല. അതിനിടെ നൈനാം വളപ്പ് കോതി അഴിമുഖത്ത് പെട്ടെന്നുണ്ടായ തിരയിൽ ഫൈബർ വെള്ളവും എഞ്ചിനും തകർന്നു. മലപ്പുറം ജില്ലയിലും മഴ തകർത്ത് പെയ്തിരുന്നു. പലയിടങ്ങളിലും വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. മലപ്പുറം കൂരിയാടൻ നിർമ്മാണത്തിലിരിക്കുന്ന 6 വരി ദേശീയപാത തകർന്നു വീണ സംഭവത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തും. ദേശീയപാത അതോറിറ്റി നിയോഗിച്ച 3 പേരടങ്ങുന്ന സ്വതന്ത്ര വിദഗ്ധ സംഘം നാളെ സ്ഥലത്തെത്തും. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം നടന്നു. ഇതിനിടെ ദേശീയപാത തകർന്ന കൂരിയാടിന് ഏതാനും കിലോമീറ്ററിനപ്പുറം തലപ്പാറയിൽ 6 വരി പാതയിൽ വിള്ളൽ കണ്ടെത്തി. കൂരിയാട് 6 വരി ദേശീയപാത തകർന്ന് അപകടമുണ്ടായ പശ്ചാത്തലത്തിലാണ് കളക്ടർ VR വിനോദിന്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് യോഗം ചേർന്നത്. MLA-മാരായ PK കുഞ്ഞാലിക്കുട്ടി, ആബിദ് ഹുസൈൻ തങ്ങൾ, P അബ്ദുൽ ഹമീദ് തുടങ്ങി ജനപ്രതിനിധികളും ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് മാനേജർ, ജില്ലാ പോലീസ് മേധാവി, മോട്ടോർ വാഹന വകുപ്പിലെയും പൊതുമരാമത്ത് വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. വയലിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ നേരത്തെ തന്നെ ദേശീയപാത അതോറിറ്റിയെ അറിയിച്ചിരുന്നതാണെന്നും എന്നാൽ അവർ അത് ചെവിക്കൊണ്ടില്ലെന്നുമാണ് ജനപ്രതിനിധികൾ പറയുന്നത്. റോഡിന്റെ ഭാരമുണ്ടാക്കിയ സമ്മർദ്ദത്തിൽ വയലിലെ മണ്ണ് തെന്നിമാറിയതിനാലാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനമെന്നും വിദഗ്ധ സംഘം നാളെ പരിശോധന നടത്തുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഇതൊരു പാഡി ലാൻഡ് വഴി പോകുന്ന ഒരു പുതിയ കൺസ്ട്രക്ഷനാണ്. ആ പാഡി ലാൻഡിൽ വളരെയധികം എർത്ത് ഡിപ്പോസിറ്റ് ചെയ്താണ് നാഷണൽ ഹൈവേ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പാഡി ലാൻഡിൽ ബഡ്ജിങ് ഉണ്ടാവുകയും അത് റോഡിനെ ബാധിച്ചു എന്നാണ് ഇനിഷ്യലായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായിട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു എക്സ്പെർട്ട് ഗ്രൂപ്പിനെ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ ഒരു ഇൻഡിപെൻഡന്റ് എക്സ്പെർട്ട് ഗ്രൂപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എക്സ്പെർട്ട് ഗ്രൂപ്പ് 3 അംഗ എക്സ്പെർട്ട് ഗ്രൂപ്പ് നാളെ തന്നെ ഈ സ്ഥലം സന്ദർശിച്ച് നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ജയ്പൂരിൽ നിന്നുള്ള ഡോക്ടർ അനിൽ ദീക്ഷിത്, കൊച്ചിയിൽ നിന്നുള്ള ഡോക്ടർ ജിമ്മി തോമസ് എന്നിവർ ഉൾപ്പെടുന്ന 3 അംഗ സംഘം നാളെ കൂരിയാടെത്തും. ഇവരുടെ പരിശോധനയിൽ അപകട കാരണം വ്യക്തമാകും. തുടർന്ന് ഇവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തകർന്ന സ്ഥലത്തെ റോഡിന്റെ പുനർനിർമ്മാണം. അതേസമയം കഴിഞ്ഞ ദിവസം പാത തകർന്ന കൂരിയാടിന് ഏതാനും കിലോമീറ്റർ അകലെ തലപ്പാറയിലും 6 വരി പാതയിൽ വിള്ളൽ രൂപപ്പെട്ടത് ജനങ്ങളിൽ ആശങ്കയുയർത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം. LDF സർക്കാരിന്റെ 9 വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസനത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും തുടരെയുള്ള 9 വർഷങ്ങളാണ് പിന്നിട്ടിരിക്കുന്നത്. നവകേരളം എന്ന സ്വപ്നത്തിലേക്ക് ഉറച്ച ചുവടുവയ്പ്പുകളോടെ നാം മുന്നേറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിസന്ധികൾ നേരിടുമ്പോൾ UDF കേരളത്തോടൊപ്പം നിന്നില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേന്ദ്രത്തിനെയും രൂക്ഷമായി വിമർശിച്ചു. കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന ധാരണ ഈ ഘട്ടത്തിൽ അപ്രത്യക്ഷമായി. LDF സർക്കാർ വിചാരിച്ചാൽ ഒന്നും നടക്കില്ലെന്ന് വെല്ലുവിളിച്ചവർ നിശബ്ദരായി. ലോകഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കി. തറക്കല്ലിട്ടത് UDF സർക്കാരിന്റെ കാലത്താണെങ്കിലും പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ 100% നടന്നത് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലം മുതലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സർക്കാർ വിചാരിച്ചാൽ ഒന്നും നടക്കില്ലെന്ന് വെല്ലുവിളിച്ചവരുണ്ടായി. അവരും നിശബ്ദരായി. ലോക ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ നമുക്കായി. കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം, ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, ശാസ്ത്ര സാങ്കേതിക മേഖല, സാമ്പത്തിക മേഖല, ദേശീയപാത വികസനം, കാർഷിക രംഗം, K-ഫോൺ, വ്യവസായിക മേഖല തുടങ്ങി എല്ലാ മേഖലകളിലും കേരളം കൈവരിച്ച നേട്ടത്തെക്കുറിച്ചും മുഖ്യമന്ത്രി വാചാലനായി. അതോടൊപ്പം പോലീസ് സേനയെ പ്രശംസിക്കാനും മുഖ്യമന്ത്രി മറന്നില്ല. ഒട്ടും അനായാസമായിരുന്നില്ല സർക്കാരിന്റെ യാത്രയെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വലിയ ദുരന്തഘട്ടത്തിൽ കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിയെന്നും UDF കേന്ദ്രത്തോടൊപ്പം നിന്നെന്നും കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ സഹായകമായ നിലപാടല്ല പ്രതിപക്ഷം പൊതുവെ സ്വീകരിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന, അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയായിരുന്നു വേണ്ടത്. ആ ഘട്ടത്തിലൊന്നും അതിനവർ തയ്യാറായില്ല എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്.
നാടിനെ വിഭജിക്കുന്ന ശക്തികളെ ഒറ്റക്കെട്ടായി ചെറുത്ത് നവകേരളത്തിനായി നമുക്ക് ഒന്നിച്ചു മുന്നേറാമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി LDF സർക്കാരിന്റെ 9 വർഷം പിന്നിടുന്ന സന്തോഷം കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. ദേശീയപാതയിൽ പലയിടത്തും വിള്ളലുണ്ടായ സംഭവം നിർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച നടക്കുന്നുണ്ട്. നിർമ്മാണത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സിൽവർ ലൈൻ പദ്ധതി തൽക്കാലം നിർത്തിവെച്ചതാണെന്നും ഇന്നല്ലെങ്കിൽ നാളെ യാഥാർത്ഥ്യമാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ദേശീയപാത നിർമ്മാണം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. എന്നാൽ ഇതിനിടെ ചില നിർഭാഗ്യകരമായ സംഭവമുണ്ടായി. വിഷയത്തിൽ ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച നടത്തും. നിർമ്മാണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇത് നിർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടായി എന്നത് ശരിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിശദമായി ദേശീയപാതയുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോവുക. 9 വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രിയോട് LDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈനിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണെന്നും ഇന്നല്ലെങ്കിൽ നാളെ യാഥാർത്ഥ്യമാക്കുമെന്നുമായിരുന്നു മറുപടി. രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടിയുള്ള പദ്ധതി ആയതുകൊണ്ട് തന്നെ കേന്ദ്രം അനുമതി നൽകുമെന്ന് കരുതി. എന്നാൽ കേരളത്തിലുള്ളവർ തന്നെ പദ്ധതിക്കെതിരെ നിന്നെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പദ്ധതി മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അത്യന്തം നിർഭാഗ്യകരമായ അവസ്ഥയാണ് ഉണ്ടായത്. ആ പദ്ധതിക്ക് അംഗീകാരം നൽകില്ല എന്ന നിലപാടെടുത്തു. അതിനിടയാക്കിയത് ഇവിടെയുള്ള ചില ആളുകൾ ഇപ്പോൾ ഇത് വേണ്ട എന്നുള്ള നിലപാടെടുത്തു. ആ സംസ്ഥാനത്തൊരു വികസനം വരുമ്പോൾ അത് രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ വരിക. അതിൻ്റെ കൂടെ കേന്ദ്ര ഗവൺമെൻറ് നിൽക്കുമല്ലോ എന്നാണ് ഞങ്ങൾ കരുതിയത്. കേരളത്തിന്റെ വികസനത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്രത്തെയും UDFനെയും മുഖ്യമന്ത്രി വിമർശിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. രാപകൽ സമരത്തിന്റെ 100ാം ദിവസത്തിൽ 100 പ്രതിഷേധ ജ്വാലകൾ ഉയർത്തിയ ആശാപ്രവർത്തകർ. ജ്വാലയുടെ ഗുണം ആസന്ന ഭാവിയിൽ ആശാ വർക്കർമാർക്ക് ലഭിക്കുമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത എഴുത്തുകാരി റോസ് മേരി. തുടർന്ന് ആശമാരുടെ പന്തം കൊളുത്തി പ്രകടനം നടന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ് MLA, ഷാഫി പറമ്പിൽ MP എന്നിവർ സമരപ്പന്തൽ സന്ദർശിച്ചു. ജനമനസ് ആശാ വർക്കർമാരുടെ ധർമ്മസമരത്തിനൊപ്പമെന്നും ഒരിക്കലും ആശാ വർക്കർമാർ നിരാശരാകേണ്ടി വരില്ലെന്നും കോൺഗ്രസിന്റെ എല്ലാ പിന്തുണയും അറിയിക്കുന്നുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, അത് എല്ലാ മാസവും 5-ാം തീയതിക്കകം നൽകുക, വിരമിക്കൽ ആനുകൂല്യവും പെൻഷനും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശമാർ സമരം നടത്തുന്നത്. ആശമാരുടെ അഭിമാനത്തെ വാനിലുയർത്തിയ പോരാട്ടം തൊഴിലാളികളുടെ അഭിമാനത്തെ. സൗദിയിൽ വിസിറ്റ് വിസ സ്റ്റാമ്പ് ചെയ്ത ശേഷം ഇതുവരെ സൗദി അറേബ്യയിലേക്ക് പ്രവേശിക്കാത്തവർ ജൂൺ 6-ന് ശേഷം വന്നാൽ മതിയെന്ന് ജവാസാത്ത് അറിയിച്ചു. ഹജ്ജിനോടനുബന്ധിച്ച് സൗദി വിമാനത്താവളങ്ങളിൽ തീർത്ഥാടകർക്ക് മികച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനാണിത്. എന്നാൽ മൾട്ടിപ്പിൾ വിസിറ്റ് വിസ സ്റ്റാമ്പ് ചെയ്ത ശേഷം ഒരിക്കലെങ്കിലും സൗദിയിൽ പ്രവേശിച്ചവർക്ക് വിലക്കുണ്ടാകില്ല. മൾട്ടിപ്പിൾ വിസിറ്റ് വിസ സ്റ്റാമ്പ് ചെയ്ത് സൗദിയിലേക്ക് ഇതുവരെ പ്രവേശിക്കാത്തവരുടെ വിസകളെല്ലാം സൗദി വിദേശകാര്യ മന്ത്രാലയം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. മുഖ്യം പോർട്ടലിൽ വിസ വിഭാഗത്തിൽ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. ക്യാൻസൽ ചെയ്ത വിസയിലുള്ളവർ സൗദിയിലെ വിമാനത്താവളങ്ങളിലെത്തിയാൽ അവർക്ക് പുറത്തിറങ്ങാനാകില്ല. അതേസമയം സൗദിയിൽ മൾട്ടിപ്പിൾ വിസിറ്റ് വിസയിലെത്തിയ ശേഷം നാട്ടിലേക്കോ മറ്റോ പുറത്തുപോയവർക്ക് തിരിച്ചു വരുന്നതിന് തടസ്സമില്ല. UAEയിലെ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യവും മികവും വിളംബരം ചെയ്യുന്ന മേക്ക് ഇറ്റ് ഇൻ ദ എമിറേറ്റ്സ് ഫോറത്തിന് അബുദാബിയിൽ തുടക്കമായി. ഈ മാസം 22 വരെ നീണ്ടു നിൽക്കുന്ന പ്രദർശനം പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ എടുത്തുകാട്ടുന്നതാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ള 700-ലേറെ കമ്പനികൾ ഫോറത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രമുഖ റീറ്റെയിൽ ബ്രാൻഡായ ലുലു ഗ്രൂപ്പും മേക്ക് ഇറ്റ് ഇൻ ദി എമിറേറ്റ്സ് ഫോറത്തിന്റെ ഭാഗമാണ്. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് ലുലു നൽകുന്ന പിന്തുണയും പ്രോത്സാഹനവും വ്യക്തമാക്കുന്ന പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. മേക്ക് ഇറ്റ് ഇൻ ദ എമിറേറ്റ്സ് ക്യാമ്പയിന്റെ ഭാഗമായി ലുലു സ്റ്റോറുകളിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി സാധ്യത ഉറപ്പാക്കിയിരുന്നു. 5000-ലേറെ UAE ഉൽപ്പന്നങ്ങൾ ലുലു സ്റ്റോറുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നും പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് മികച്ച പിന്തുണ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും ലുലു റീറ്റെയിൽ CEO സെയ്ഫി രൂപാവാല പറഞ്ഞു. കുവൈറ്റിൽ പരിസ്ഥിതി നിയമം കർശനമാക്കുന്നതിന്റെ ഭാഗമായി നിയമലംഘനങ്ങൾ നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്ന് പരിസ്ഥിതി പോലീസ് ഡയറക്ടർ ജനറൽ മിഷാൽ അൽ ഫറാജ്. മറ്റ് സർക്കാർ ഏജൻസികളുമായി സഹകരിച്ചുകൊണ്ടായിരിക്കും നിയമം നടപ്പിലാക്കുക. പൊതുയിടങ്ങളിലെ പുകവലി നിയന്ത്രിക്കുന്നതിലും
വകുപ്പ് ജാഗ്രത പാലിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. വാണിജ്യ സ്ഥാപനങ്ങളിൽ പുകവലിക്കുന്നവർക്കെതിരെ 500 ദിനാർ വരെ പിഴ ചുമത്തും. പാർക്കിംഗ് സ്ഥലങ്ങളിലും വിമാനത്താവളങ്ങളിലും പുകവലിക്കുന്നവർക്കെതിരെയും സമാനമായ പിഴ ചുമത്തും. നിയുക്തമല്ലാത്ത സ്ഥലങ്ങളിൽ സിഗരറ്റ് കുറ്റികൾ വലിച്ചെറിയുന്നത് 500 ദിനാർ വരെ പിഴ ലഭിക്കാവുന്ന നിയമലംഘനമാണ്. നിയന്ത്രിത കാലങ്ങളിൽ കുവൈറ്റ് ഉൾക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ 5000 ദിനാർ വരെ പിഴ ചുമത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. നിയമലംഘനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിയമലംഘകർക്കെതിരെ ശിക്ഷ കർശനമാക്കുന്നത് എന്നും മിഷാൽ അൽ ഫറാജ് വ്യക്തമാക്കി. കുവൈറ്റിലെ സർക്കാർ ഏകീകൃത ആപ്ലിക്കേഷനായ സഹിൽ ആപ്ലിക്കേഷനിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് ആരംഭിച്ചു. അംഗീകൃത ട്രാഫിക് നടപടിക്രമങ്ങളുടെ ഭാഗമായി ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിനാവശ്യമായ ഡ്രൈവിംഗ് ടെസ്റ്റ് എഴുതുന്നതിന് പൗരന്മാർക്കും താമസക്കാർക്കും അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാൻ ഈ സേവനം അനുവദിക്കുന്നുവെന്ന് മന്ത്രാലയത്തിന്റെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ പത്രക്കുറിപ്പിൽ അറിയിച്ചു. സർക്കാർ സേവനങ്ങളുടെ ഡിജിറ്റൽ പരിവർത്തനത്തിനൊപ്പം നീങ്ങാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സേവനം എന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. മറ്റു വാർത്തകൾ നോക്കാം. മക്കൾ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ പരാതിയുമായി കുടുംബം. കൊല്ലം കണ്ണനല്ലൂർ ചെരിക്കോണം സ്വദേശി മുരളീധരനും ഭാര്യ ശ്രീജയുമാണ് മക്കൾക്ക് മതിയായ ചികിത്സ കിട്ടിയില്ല എന്ന പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ഇവരുടെ 2 പെൺകുട്ടികളാണ് കഴിഞ്ഞ ദിവസം മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചത്. ഇവിടെ കൊണ്ടൊക്കില്ല അച്ഛാ അമ്മ, ഇവിടെ കൊണ്ടൊക്കില്ല, കുട്ടികൾക്ക് ഇന്നതാ പ്രശ്നം. ഒറ്റ വാക്കിൽ പറഞ്ഞെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇതുപോലെ എൻ്റെ ഇളയ മോനെ രക്ഷപ്പെടുത്തിയ കണക്ക് ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയിരുന്നു. 19 വയസ്സ് മാത്രം പ്രായമുള്ള മീനാക്ഷി, 17 വയസ്സുള്ള മീനാക്ഷിയുടെ സഹോദരി നീതു. ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഈ 2 കുട്ടികളും മഞ്ഞപ്പിത്തം മൂലം മരണപ്പെട്ടു. ഇവരുടെ ഇളയ സഹോദരൻ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലുമാണ്. രോഗം ഗുരുതരമായപ്പോഴാണ് സ്വകാര്യ ആശുപത്രികളെ സമീപിക്കാൻ സാമ്പത്തിക സ്ഥിതിയില്ലാത്ത ഈ പാവങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിയത്. പക്ഷേ അവിടെ നിന്നും മതിയായ ചികിത്സ കുട്ടികൾക്ക് ലഭിച്ചില്ല എന്നാണ് രക്ഷിതാക്കളുടെ പരാതി. 2 കുട്ടികളെയും പെൺമക്കളെയും കൊണ്ട് ഞാൻ മാറോട് ചേർത്ത് നിൽക്കുന്ന എന്നോട് എൻ്റെ അവസ്ഥയും കൂടെ നോക്കണം. ആ ഡോക്ടർ എന്നോട് പറഞ്ഞ 2 അച്ഛൻ പോയി 2 മേടിച്ചുകൊണ്ട് വാ, ഇവിടെ സ്ഥലമില്ല, ICയിൽ ബെഡില്ല. അച്ഛൻ 2 എല്ലാവരും കിടക്കുന്ന കണ്ട ഇതുപോലെ ഞാൻ പറയാം, അതല്ല ക്രിട്ടിക്കൽ സ്റ്റേജാണ്. നിങ്ങൾ ഈ എൻ്റെ മക്കളെ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നോക്ക്. ഒരു രോഗിയെ കറക്റ്റായിട്ട് വന്ന് അത് കണ്ടാലും കണ്ടില്ലെങ്കിലും അതിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് മാതാപിതാക്കളടുത്ത് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഇവിടെ കൊണ്ട് ഒക്കൂല. ഇവർക്ക് എങ്ങനെ ഈ രോഗം പിടിപെട്ടു എന്നറിയണമെങ്കിൽ ഇവർ താമസിക്കുന്ന സ്ഥലത്തെത്തിയാൽ മതി. അത്രയ്ക്കും പരിതാപകരമാണ് ഇവിടെയുള്ള ഓരോ കുടുംബത്തിൻ്റെയും അവസ്ഥ. അടച്ചുറപ്പില്ലാത്ത വീടുകൾ, വൃത്തിയില്ലാത്ത ശൗചാലയങ്ങൾ, എന്തിനേറെ പറയുന്നു വൃത്തിയുള്ള വെള്ളം കിട്ടുന്ന ഒരു കിണർ പോലും ഇവിടങ്ങളിലില്ല. മഞ്ഞപ്പിത്തവും ഡെങ്കിയും ബാധിച്ച് നിരവധി പേർ ഇപ്പോഴും ഈ ചേരിയിൽ കഴിയുന്നു. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ സംഭവിച്ച ഈ മരണങ്ങൾ ഒഴിവാക്കാമായിരുന്നു. എപ്പോഴത്തെയും പോലെ തുടർ ഇടപെടലുകളുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പുകൾ നടക്കുന്നു. എന്നാൽ ഇതൊക്കെ ആദ്യമേ ചെയ്തിരുന്നുവെങ്കിൽ ആ 2 പെൺകുഞ്ഞുങ്ങൾ ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ രീതികൾ. ഇതൊന്നും മാറത്തില്ല. ചിലർക്ക് ചികിത്സ നിഷേധിക്കുന്നു, ചിലർ ചികിത്സയ്ക്കായി വിദേശങ്ങളിലേക്ക് പോകുന്നു. ഇതൊക്കെ ആരുടെ പിടിപ്പുകേടുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതിനൊക്കെ മറുപടി ആരാണ് തരേണ്ടത്? ഇവരുടെ ചോദ്യങ്ങൾക്ക് ഇനി എന്നാണ് ഉത്തരമുണ്ടാവുക? പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. വഖഫ് നിയമ ഭേദഗതി നിയമത്തെ ശക്തമായി എതിർത്ത് കേരളത്തിലടക്കം മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണിതെന്ന് കേരളം. വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ ഹർജിക്കാരുടെ വാദം പൂർത്തിയായി. ഭേദഗതിയിലൂടെ വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്ന് ഹർജിക്കാർ വാദിച്ചു. മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ആശങ്ക വസ്തുതാപരമെന്നും നിയമത്തിലെ പല വ്യവസ്ഥകളും അന്യായമാണെന്നുമാണ് കേരളം ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂനപക്ഷങ്ങളുടെ നീതി നിഷേധിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റേതെന്നും ഭേദഗതി മുസ്ലിം മതവിഭാഗത്തിന്റെ മൗലിക അവകാശങ്ങളെ ബാധിക്കുമെന്നും കേരളം പറയുന്നു. വഖഫ് ബോർഡുകളിൽ ഇതര മതസ്ഥരുടെ നിയമനം ഭരണഘടനാ വിരുദ്ധമെന്നും കേരളം നിരീക്ഷിച്ചു. ഭേദഗതിയിലൂടെ വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്ന് ഹർജിക്കാർ വാദിച്ചു. ഒരു നടപടിക്രമവുമില്ലാതെ വഖഫ് സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ അധികാരം നൽകുന്നതാണ് നിയമ ഭേദഗതിയെന്നും ഹർജിക്കാർ വാദമുന്നയിച്ചു. ഏതൊരാൾക്കും വഖഫ് സ്വത്ത് കയ്യേറി തർക്കമുന്നയിക്കാനാകും. പഴയ നിയമത്തിന്റെ ആശയം മാറ്റിമറിക്കുന്നതാണ് പുതിയ നിയമ ഭേദഗതിയെന്നും ഹർജിക്കാർ വാദിച്ചു. വഖഫ് നിയമത്തിൽ 11-ലധികം നിയമപ്രശ്നങ്ങളുണ്ട്. വഖഫ് സ്വത്തിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കേണ്ടത് ഏകപക്ഷീയമായാണ്. വഖഫ് സ്വത്ത് ഇല്ലാതാക്കാനാണ് നിയമത്തിലൂടെ ശ്രമിക്കുന്നതെന്നും നിയമ ഭേദഗതി ഏകപക്ഷീയവും അടിച്ചേൽപ്പിക്കുന്നതെന്നും ഹർജിക്കാർ വാദിക്കുന്നു. വഖഫ് സ്വത്തുക്കൾ ഉള്ളവരുടെ യഥാർത്ഥ ആശങ്കയാണിത്.
വഖഫ് ബോർഡുകളിൽ ഇതര മതസ്ഥരുടെ നിയമനം ഭരണഘടനാ വിരുദ്ധമെന്നും കേരളം നിരീക്ഷിച്ചു. അതേസമയം വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ ഹർജിക്കാരുടെ വാദം പൂർത്തിയായി. നിയമം സ്റ്റേ ചെയ്യണോ എന്നതിൽ വാദം കേൾക്കും. ഹർജികൾ വിശാല ബെഞ്ചിന് വിടുന്നതിലും തീരുമാനമുണ്ടായേക്കും. നിയമം സ്റ്റേ ചെയ്യണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. സ്റ്റേ ചെയ്യരുതെന്ന് കേന്ദ്ര സർക്കാരും വാദിക്കുന്നു. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തിരുവനന്തപുരം പേരൂർക്കടയിൽ മോഷണക്കുറ്റം ആരോപിച്ച് ദളിത് യുവതിയെ കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ പേരൂർക്കട പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി അന്വേഷണ റിപ്പോർട്ട്. കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. സംഭവത്തിൽ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടി. ദളിത് യുവതി R. ബിന്ദുവിനെ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ച് മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ വനിതാ കമ്മീഷനും ഇടപെട്ടു. സംഭവത്തിൽ ഇന്നലെ പെരൂർക്കട SI J. പ്രസാദിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ തന്നെ മറ്റ് 2 പോലീസുകാർ കൂടി മാനസികമായി പീഡിപ്പിച്ചുവെന്നും അവർക്കെതിരെയും നടപടി വേണമെന്നും ബിന്ദു അമൃത വാർത്തകളോട് പറഞ്ഞു. വെളിയിലിറക്കണമെങ്കിൽ അവരെ ജോലിയും കൊടുക്കരുത്, ഒരു സ്റ്റേഷനിൽ അവർക്ക് ജോലി കൊടുക്കരുത്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത്. കാരണം എന്നെ അത്രമാത്രം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. വേദനയെന്ന് പറയാൻ എനിക്കത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വേദനയെന്ന് പറഞ്ഞാലൊന്നും എനിക്ക് അറിയില്ല. അത്രമാത്രം എന്നെ ഒരു ആത്മഹത്യ ചെയ്യണം വക്കിലേക്ക് എത്തിച്ച ഈ പേഴ്സൺ പറഞ്ഞ പോലീസുകാരനാണ്. ഒരു സ്ഥലത്തും ജോലി കൊടുക്കരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒറ്റ സ്ഥലത്ത് ഒരു സ്റ്റേഷനിൽ, കേരളത്തിലായാലും കേരളത്തിന് വെളിയിലായാലും. ദാഹിച്ച് വെള്ളം ചോദിച്ച ബിന്ദുവിനോട് പ്രസന്നൻ എന്ന പോലീസുകാരനാണ് ശുചിമുറിയിൽ നിന്നും വെള്ളം കുടിക്കാൻ പറഞ്ഞത്. സംഭവത്തിൽ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P. സതീദേവി പറഞ്ഞു. സംഭവത്തിനിടയായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് മുഴുവൻ കുറ്റക്കാരെയും വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. ഈ പരാതി നൽകിയിട്ടുള്ള വീട്ടമ്മയെയും എങ്ങനെയാണ് പരാതി നൽകാൻ ഇടയായിട്ടുള്ളത്? സ്വർണം വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള വിധത്തിലാണ് ബിന്ദുവിനെ എതിരായിട്ടുള്ള പരാതി ഉണ്ടായിട്ടുള്ളത്. ഈ കാര്യം സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റവാളികളെ മുഴുവൻ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം. വ്യാജ മോഷണ കേസിൽ കുടുക്കിയ വീട്ടുടമസ്ഥ ഓമന ഡാനിയലിനെതിരെയും നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ബിന്ദു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മോഷണക്കുറ്റം ആരോപിച്ച് ദളിത് യുവതിയെ കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്തരമൊരു കാര്യം സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആ പോലീസ് സ്റ്റേഷനിൽ അവരെ പാർപ്പിച്ചു എന്നുള്ളത്, അവരോട് മോശമായി പെരുമാറിയുന്നത്. അത് സാധാരണ നിലക്ക് പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതിനകത്താണ് നടപടി ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് സംഭവിക്കുന്നത് തന്നെ ഇവർ അതുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ വന്ന് പരാതി പറഞ്ഞത്. കോഴിക്കോട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് തീപിടിച്ച സംഭവത്തിൽ വീഴ്ച സംബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ ഫയർ ഓഡിറ്റിംഗ് നടത്താതിരുന്നത് കോർപ്പറേഷന്റെ വീഴ്ചയാണെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പറഞ്ഞു. അന്വേഷണം നടത്താൻ കോർപ്പറേഷൻ ആഭ്യന്തര അന്വേഷണ കമ്മിറ്റിയും രൂപീകരിച്ചു. അതേസമയം സംഭവത്തിൽ അഗ്നിശമന സേന ജില്ലാ കളക്ടർക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന് തീപിടിച്ചതിനെ തുടർന്ന് കോഴിക്കോട് കോർപ്പറേഷനെതിരെ വ്യാപകമായി വിമർശനമുയർന്നതിന് പിന്നാലെയാണ് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് വിശദീകരണവുമായി രംഗത്തെത്തിയത്. കോർപ്പറേഷന്റെ കെട്ടിടമായിരുന്നിട്ട് പോലും ഫയർ ഓഡിറ്റിംഗ് നടത്താതിരുന്നത് വലിയ വീഴ്ചയാണെന്ന് മേയർ സമ്മതിച്ചു. സംവിധാനം ഇല്ല, അത് സമ്മതിക്കുകയാണ്. അത് അപാകത ആണ് എന്നും നമ്മുടെ ഭാഗത്തുള്ള വീഴ്ചയാണെന്ന് സമ്മതിക്കുകയാണ്. അത് ചെയ്യേണ്ടതായിരുന്നു. പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ആലോചിച്ച് വന്നപ്പോഴേക്കും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്നതാണ്. കോർപ്പറേഷൻ അനധികൃതമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും കെട്ടിടത്തിന് സുരക്ഷ ഒരുക്കേണ്ടത് വ്യാപാരിയുടെ ചുമതലയാണെന്നും മേയർ പറഞ്ഞു. ഇതുവരെ കെട്ടിടവുമായി ബന്ധപ്പെട്ട് യാതൊരു പരാതിയും ലഭിച്ചിരുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. അനധികൃതമായി നമ്മൾ ഒന്നും അവിടെ ചെയ്തിരുന്നില്ല. അവർ നമ്മൾ പാലിക്കേണ്ട തരത്തിലുള്ള ഫയർ സേഫ്റ്റി മെഷേഴ്സ് ആ കെട്ടിടം പണിയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സംഭവത്തിൽ അന്വേഷണം നടത്താൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ജോയിന്റ് കോർപ്പറേഷൻ സെക്രട്ടറി, ഹെൽത്ത് ഓഫീസർ തുടങ്ങിയവരുടെ സംയുക്ത ആഭ്യന്തര അന്വേഷണ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള എല്ലാ കെട്ടിടങ്ങളിലെയും അഗ്നിസുരക്ഷാ ക്രമീകരണങ്ങൾ, അനധികൃത നിർമ്മാണം എന്നിവ സംബന്ധിച്ചും ഈ കമ്മിറ്റി പരിശോധന നടത്തും. അതേസമയം അഗ്നിശമന സേന ജില്ലാ കളക്ടർക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. തീപിടുത്തം വ്യാപിക്കാൻ കാരണം തുണികളാണെന്നും അനധികൃതമായുള്ള ഷട്ടറുകളും റാക്കുകളും രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയായെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.
അമൃത ന്യൂസ് കോഴിക്കോട്. IPL പ്ലേ ഓഫ് വേദികൾ പ്രഖ്യാപിച്ച BCCI. ഫൈനൽ ജൂൺ 3 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കും. ന്യൂ ചണ്ഡീഗഡിലെ PCA സ്റ്റേഡിയത്തിൽ ക്വാളിഫയർ 1 എലിമിനേറ്റർ മത്സരങ്ങൾ നടക്കും. ക്വാളിഫയർ 2 ഫൈനൽ മത്സരങ്ങൾക്ക് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് വേദിയാകുക. ക്വാളിഫയർ 1-ൽ പട്ടികയിലെ ആദ്യ 2 സ്ഥാനക്കാർ ഏറ്റുമുട്ടുമ്പോൾ 3ഉം 4ഉം സ്ഥാനങ്ങളിലുള്ളവർ എലിമിനേറ്ററിൽ കളിക്കും. കാലാവസ്ഥയും മറ്റു മാനദണ്ഡങ്ങളും പരിഗണിച്ചാണ് വേദികൾ നിശ്ചയിച്ചത്. ബംഗളൂരുവും ഹൈദരാബാദും തമ്മിലുള്ള മത്സരത്തിന്റെ വേദിയും മാറ്റിയിട്ടുണ്ട്. ബംഗളൂരുവിലെ പ്രതികൂലമായ കാലാവസ്ഥ കണക്കിലെടുത്ത് ലക്നൌവിലെ ഏക്നാ സ്റ്റേഡിയത്തിലാണ് മത്സരം. റിലീസ് വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.